ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ആപ്പിലോട്ട് സ്വാഗതം. ഗുഡ് ഈവനിങ് ദിവ്യ, ഗീതു, കാർത്തിക, കാവ്യ, പ്രവീണ, നന്നു, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HSA ഇംഗ്ലീഷ് മോഡ്യൂൾ 1 പോയിട്രിയുടെ 10 പോംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ ഒരു റാപ്പിഡ് ഫയർ പോലൊരു സെഷൻ കൂടി കണ്ടക്ട് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും ഇന്നത്തെ ഈ ഒരു വെബിനാർ സെഷനിൽ നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. പിന്നീട് നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചെടുക്കാൻ സാധിച്ചു, ഓരോ ഏരിയ, ഓരോ പോയിട്രിയുടെ ഓരോ ഏരിയാസിലും നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൂടി അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ റാപ്പിഡ് ഫയർ വിത്തൗട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കൂടി നോക്കുക. വീണ, റിയാന, ഗ്രീഷ്മ, ജസീന, ജിത, ലിയോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കാൺട്ട് ഹിയർ, കേൾക്കാൻ പറ്റുന്നില്ല? ക്ലിയർ ആണോ വോയിസ്? അശ്വതി, ഗുഡ് ഈവനിങ്. കൂടാതെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. HSA ഇംഗ്ലീഷിന്റെ ഗോൾഡ് ബാച്ച് വിത്ത് സ്പെഷ്യൽ മെന്റർഷിപ്പ്, ഞാൻ മെന്റർഷിപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞൊരു ബാച്ച് എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ വെബിനാർ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു സെഷൻ ആരംഭിക്കാം. നമ്മുടെ HSA ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച്, ഞാൻ മെന്റർഷിപ്പ് കൊടുക്കുന്ന ഗോൾഡ് ബാച്ച് 60 ഡേയ്സ് കോഴ്സ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2-3 ഡേയ്സ് ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ്, റിവിഷൻ, മോഡ്യൂൾ വൈസ് റിവിഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ആപ്പിൽ വേറെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പ്രാക്ടീസ് ടെസ്റ്റ്, മോഡ്യൂൾ വൈസ് ടെസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു 60 ഡേയ്സ് കോഴ്സ്. അപ്പോൾ ഈ 60 ഡേയ്സ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ എത്തിക്കുക. അതായത് 60 ഡേയ്സ് കൊണ്ട് ഇനിയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പഠിച്ചെടുക്കാനൊക്കെ, അതായത് ബിഗിനേഴ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും സാധിക്കില്ല. നന്നായിട്ട് റിവൈസ് ചെയ്തവർക്ക് ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുക, നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഈ സെഷനിൽ, ഈ ഒരു കോഴ്സിൽ, ഈ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ എൻ്റെ മെന്റർഷിപ്പ് കൂടി, അതായത് ഗൈഡൻസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു സ്ക്രോളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ജിപ്സ, രജനി, സെറിൻ, ഗ്രീഷ്മ, ഫാത്തിമ, ശരണ്യ, നൂര, റിയാന, ഗുഡ് ഈവനിങ്. ജയശ്രീ, ശരണ്യ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ 10 പോംസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി പോംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മോഡ്യൂൾ 1 നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും ഓരോ ലെസണിൽ നിന്നും എടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടി ആകുന്നുണ്ട്. അതാണ് ഈ ഒരു സെഷന്റെ സെഷന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങളിൽ കുറച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഒരു ക്വാളിറ്റി ടൈം ആക്കിയിട്ട് മാറ്റുക എന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. Which of the following statement is false based on a prayer for my daughter? A prayer for my daughter എന്ന ഫോമിനെ ബേസ് ചെയ്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. The poet thinks that his daughter's beauty should not make a stranger's eye distraught. Hatred is termed as the most evil quality by the poet.
The poet wants his daughter to be rooted in education. The great queen mentioned in the poem is Helen. ഏതാണ്? Third is the wrong statement. അതെ, rooted in education അല്ല. The poet wants his daughter to be rooted in dash. എന്താണ് എഡ്യൂക്കേഷന് പകരം എന്താണ് വരുന്നത്? അതുകൂടി കമന്റ് ചെയ്യുക. അതെ, ആതിര കറക്റ്റ് ആണ്. ട്രഡിഷൻ ട്രഡിഷൻ ആണ്. Hated is termed as the most evil quality. അതെ, റിയാന കറക്റ്റ് ആണ്. ഇന്റലക്ച്വൽ hatred, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദി ഫോർത്ത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. Fourth statement, the great queen mentioned in the poem is Helen. പറയൂ, എന്റെ സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ആൻസർ പറയണം. ഏതാണ്? The great queen mentioned in the poem Helen ആണോ? ഹെലൻ ആണോ? പറയൂ. ട്രഡിഷൻ കറക്റ്റ് ആണ്. റൂട്ടഡ് ഇൻ ട്രഡിഷൻ കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആണ്. റൂട്ടഡ് ഇൻ എഡ്യൂക്കേഷൻ അല്ല, ട്രഡിഷൻ ആണ്. അതെ, ജിപ്സ കറക്റ്റ്. ആഫ്രോഡൈറ്റ് ആണ്. ജിപ്സ, ആഫ്രോഡൈറ്റ്. വീനസ്, ജാസ്മിൻ കറക്റ്റ് ആണ്. ഓക്കെ, ഗീതു, ഗോപിനാഥ്, ആഫ്രോഡൈറ്റ് ആണ്. ദ ഗ്രേറ്റ് ക്വീൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു വർക്കില് ഗ്രേറ്റ് ക്വീൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആഫ്രോഡൈറ്റിനെയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. The poet thinks that his daughter's beauty should not make a stranger's eye distraught. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Hated is termed as the most evil quality by the poet. അതുപോലെ the poet wants his daughter to be rooted in tradition ആണ്. Tradition. Okay, the great queen mentioned in the poem is Aphrodite. Aphrodite ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ ആ ഹെലനെ കുറിച്ച് വരുന്ന ആ ഒരു സ്റ്റാൻസ ഉണ്ടല്ലോ, ആ ഹെലനെ കുറിച്ച് പറയുന്ന ആ സ്റ്റാൻസ എല്ലാവരും വായിച്ചു വെച്ചോളുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രേയർ ഫോർ മൈ ഡോട്ടർ എന്ന വർക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിക്കവാറും ഒരു ക്യാച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റാൻസ അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻസ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഹെലനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു, ആഫ്രോഡൈറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്, കൂടാതെ ഹോൺ ഓഫ് പ്ലെന്റി കുറിച്ച് മെൻഷൻ ചെയ്യുന്നതും ആ ഒരു സ്റ്റാൻസയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻസ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു വർക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ലൈൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു, വായിക്കേണ്ടിയിരിക്കുന്നു, നന്നായിട്ട് നമുക്കൊരു കാര്യം, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? എന്നാൽ മാത്രമാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കുക. എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മളുടെ നോളജ് എത്രയാണോ, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നതായിരിക്കും അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിച്ചെടുക്കുക ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on daddy? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് false എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. The poet compares herself to a foot living inside black shoe for 30 years. The poet compares her father to a bag full of gold. The Pacific Ocean is described as freakish. ആൻസർ വന്നു. ആൻസർ 3 ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്ന് പറയുന്നുണ്ട്. ദി ഫ്രേസ് ഇൻ ജർമൻ ആക്ച്വലി മീൻസ് OU. ആ ഫ്രേസ് കൂടി ഒന്ന് കമന്റ് ചെയ്യാവോ? തേർഡ്, അതെ, ആതിര, ഫാത്തിമ, ജിപ്സ, ഫിയ, ജിത, ശ്രീദർശ്, ആതിര, രാഗ്ന, നിഷിത, ശ്രീലക്ഷ്മി, ജസീന, രജനി, സെറീന, അനഖ, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. പസഫിക് ഓഷ്യൻ. അതെ, പസഫിക് ഓഷ്യൻ അല്ല. ഏത് ഓഷ്യൻ ആണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഏഞ്ചൽ. അതെ, റസീന കറക്റ്റ്. അച്ദു, അല്ലെ? അച്ദു എന്നല്ലായിരിക്കും എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ്, അതല്ലായിരിക്കും. പക്ഷെ ജർമ്മൻ വാക്ക് അതാണ്, അല്ലെ? അതിനെയാണ് അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് OU, അല്ലെ? OU എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ജിത കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. The poet compares herself to a foot living inside a black shoe for 30 years. Okay, the poet compares her father to a bag full of gold. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പസഫിക് ഓഷ്യൻ അല്ല, അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രീക്കിഷ്.
The phrase in German actually means OU. അത് കറക്റ്റ് ആണ്. ആ ഫ്രേസ് നിങ്ങൾക്ക് ഇവിടെ കമന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെറീന അഷ്ദു അല്ലെ, അഷ്ദു, സാനിയ, ജയശ്രീ, രമ്യ എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെയും ഇപ്പൊ ഡാഡി 30 years ആ ഒരു ഇയർ, ഇങ്ങനെ ഇയർ നമ്പേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഒക്കെ നമ്മളൊരു വർക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോ 30, 20, 40 എന്നൊക്കെ തരുമ്പോൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ നമ്മളുടെ ഭാഗത്ത് ഇനി വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on where the mind is without fear? Where the mind is without fear. ഈ ഒരു വർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വർക്ക് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കുറെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്ന ഒരു വർക്ക് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത് എന്ന് നോക്കാം. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ബേസ്ഡ് ഓൺ വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി പോയിന്റ് വിഷസ് ദാറ്റ് everyone in his country has his head held high in dignity. The poet dreams of a nation where knowledge would be free. ആൻസർ വന്നു കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് വായിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് ഈ ആൻസർ ജിബു കാണുന്നുണ്ട്, കറക്റ്റ് ആണ്. Tagore wants a nation where people are truthful. The poet compares dreams to clear stream. അതെ, ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. പോയിറ്റ് റീസണിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കൃഷ്ണ, ജിപ്സ, ശ്രീധർ, ഷാഹിദ, നേരത്തെ ജിബു കറക്റ്റ് ആൻസർ നേരത്തെ പറഞ്ഞു. റിയാന കറക്റ്റ് ആണ്. എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് ആദ്യം തന്നെ ആൻസർ നേരത്തെ വന്നിരുന്നു. റീസൺ ആണ്, പോയിറ്റ് റീസണിനെയാണ് ക്ലിയർ സ്ട്രീമുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. The poet wishes that everyone in his country has his head held high in dignity. കൂടാതെ he dreams of a nation where knowledge would be free. കൂടാതെ Tagore, he wants a nation where people are truthful and he compares reason to a clear stream. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. 2-3 പ്രാവശ്യം ഈ ഒരു വർക്ക് വായിക്കുക. വളരെ എന്താണ് ടച്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് വായിക്കുക. ഇതിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള കോട്ടുകൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെയൊക്കെ ചിലപ്പോൾ കിട്ടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are false based on the night of the scorpion? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. The scorpion hid beneath the sack of wheat. The poet's mother got relief after 20 hours. The poet's father was skeptic and rationalist. അടുത്തത് ഒരു ലൈൻ ആണ് നമ്മുടെ പോമിലെ. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഏത് വേർഡ് ആണ് എന്നത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. മേ ദി പോയിസൺ പ്യൂരിഫൈ യുവർ ബോഡി. മേ ദി പോയിസൺ പ്യൂരിഫൈ യുവർ ബോഡി. ഫസ്റ്റ് വൺ തെറ്റാണ്. അതെ അതെ, സാക്ക് ഓഫ് വീറ്റ് അല്ല, സാക്ക് ഓഫ് റൈസ് ആണ്. സാക്ക് ഓഫ് റൈസ് ആണ്. ഓക്കെ, സാക്ക് ഓഫ് റൈസ് ആണ്. The poet's mother got relief after 20 hours. Correct ആണോ? 20 hours correct ആണോ? 20 hours correct ആണ്. 1 and 4 എന്താണ്? 4നെ ഒന്ന് കറക്റ്റ് ചെയ്യൂ. ബ്ലഡ്. അതെ ബ്ലഡ്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റും
ബ്ലഡ്. ശ്രീധർ ഫ്ലഷ്. അതെ, ഫ്ലഷ് അല്ലേ, ബ്ലഡ് അല്ലല്ലോ, ഫ്ലഷ് ആണ്. ബ്ലഡ്. ഓക്കെ, ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പ്യൂരിഫൈ യുവർ ഫ്ലഷ്. കശ്യപ് കറക്റ്റ് ആണ്. യുവർ ഫ്ലഷ് ആണ്, നമ്മളുടെ ബോഡി അല്ല. ബോഡി തെറ്റാണ് കേട്ടോ, ഫ്ലഷ് ആണ് വരുന്നത്. മേ ദി പോയിസൺ പ്യൂരിഫൈ യുവർ ഫ്ലഷ് എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. ദി സ്കോർപിയൻ ഹിറ്റ് ബിനീത്ത് ദി സാക്ക് ഓഫ് വീറ്റ് അല്ല, സാക്ക് ഓഫ് റൈസ് ആണ്. ദി പോയിറ്റ്സ് മദർ ഗോട്ട് റിലീഫ് ആഫ്റ്റർ 20 hours. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദി പോയിറ്റ്സ് ഫാദർ വാസ് സ്കെപ്റ്റിക് ആൻഡ് റാഷണലിസ്റ്റ്. ഇതും പോമില് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അതുപോലെ തന്നെ മേ ദി പോയിസൺ പ്യൂരിഫൈ യുവർ ബോഡി അല്ല, ഫ്ലഷ് ആണ് എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ആയിരിക്കും തരിക. അപ്പൊ സാക്ക് ഓഫ് വീറ്റ് ആണോ സാക്ക് ഓഫ് റൈസ് ആണോ എന്നൊരു ഡൗട്ട് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് മുതൽ ചെയ്യേണ്ട പോയിട്രി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു വർക്ക്, ഏതെങ്കിലും ഒരു വർക്ക് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ജസ്റ്റ് വായിച്ചു പോവുക. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഈ നിങ്ങൾ പഠിച്ചിട്ടുള്ള സമ്മറി ഒക്കെ നിങ്ങൾ വായിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ടാവും. പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. ഇതൊക്കെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് വായിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണെന്ന് നോക്കാം. Which of the following statements are false based on the poem and introduction? Introduction ആണ് next work. I speak 3 languages, write in 2 and dream in 1. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ the poem is about patriarchy and women. The poet was opposed by her family for writing in Hindi. അടുത്തത് schizophrenia is mentioned in the poem. Schizophrenia. പറയൂ. Schizophrenia എന്നാണ്. Schizophrenia is mentioned in the poem. ഫസ്റ്റ് അതെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. The poet was opposed by her family for writing in English. അതെ, കറക്റ്റ് ആണ്. ഫാത്തിമ, രജനി, കശ്യപ്, സന്ധ്യ, ജയശ്രീ, റിയാന, ഷാഹിദ, അഫിയ, കൃഷ്ണ, അശ്വതി. തേർഡ് റോങ് ആണ്. ഹിന്ദി അല്ല, ഇംഗ്ലീഷ് ആണ് അല്ലെ. The poet was opposed by her family for writing in English. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപർണ ശരിയാണ്. I speak 3 languages, write in 2, dream in 1. The first statement correct ആണ്. The poem is about patriarchy and women. അതും correct ആണ്. മായ correct ആണ്. Zayan, Hima, DJ. The poet was opposed by her family for writing in English ആണ്. Okay, schizophrenia is mentioned in the poem. അതും correct ആണ്. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. കാവ്യ, രമ്യ, സന്ധ്യ, ജസീന, സജിത, മായ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are false based on obituary? Obituary എന്ന വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Obituary means the notice of death in a newspaper. Hyderabad is mentioned in the poem. The father died due to heart failure. The poet's father had left behind debts and daughters. Second statement ആണ് തെറ്റ്. അഞ്ജലി, അശ്വതി, റിയാന, രമ്യ, ഷാഹിദ, അനഘ, ഷിമ, ഉമേഷ്, ശരത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. കറക്റ്റ് ആൻസറും പറയുന്നുണ്ട് മദ്രാസ് ആണ് അല്ലെ. മദ്രാസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പോമിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് മദ്രാസ് ആണ്, ഹൈദരാബാദ് അല്ല. ഓക്കെ, അപ്പോ നോട്ട് ചെയ്യുക. obituary means the notice of death in a newspaper and Madras is mentioned in the poem. Father died due to heart failure. Correct ആണ്. The poet's father had left behind debts and daughters. Debts and daughters എന്നുള്ളതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഏതൊക്കെ രീതിയിലായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. മദ്രാസ് ഈസ് മെൻഷൻഡ്. കറക്റ്റ് ആണ്. ഹിമ, നൂറ, സമീറ. ഓക്കെ,
അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അപ്രോച്ചാണ്, നിങ്ങളുടെ അപ്രോച്ചിലാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്രോച്ചാണ് മാറേണ്ടത്. ഒരു വർക്ക് പഠിക്കുന്ന അപ്രോച്ച് അല്ല. നമുക്ക് മാക്സിമം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുക. ഈ എക്സാമ്പിൾസിൽ നിന്നും ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നത് മനസ്സിലാക്കി ആ ഒരു അപ്രോച്ച് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, 60 ദിവസങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. നന്നായിട്ട് പഠിച്ചെടുക്കാം. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വായിക്കാൻ തുടങ്ങിക്കോളൂ. 3 മോഡ്യൂൾ, ആദ്യത്തെ 3 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉയർന്ന റാങ്കുകളിൽ, ചിലപ്പോൾ ഇത്രയും നാള് പഠിച്ചവരെക്കാളും ഉയർന്ന റാങ്കുകളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പഠിച്ച് മുന്നേറുക. ഓക്കെ, അപ്പോൾ പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്തിരിക്കുന്നവർ ഈ ലാസ്റ്റ് മിനിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു പഠിച്ചതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on home burial? The wife is mourning the death of her child. Home burial is taken from the anthology North of Boson. What is it you see? It is repeated 5 times in the poem. The wife says, my words are nearly always an offense. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റ്? ഇതാണ് കമന്റ് വരാത്തത്. ഡൗട്ട്, കൺഫ്യൂഷൻ. Second one, the wife is mourning the death of her child. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതെ, വന്നു, ആൻസർ വരുന്നുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് ഇറ്റ് യു സീ? വാട്ട് ഈസ് ഇറ്റ് യു സീ എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? 5 ടൈംസ് അല്ല, അത് തെറ്റാണ്. ഇത് റിഫ്രെയിൻ ആണ് എന്ന് പറയാം. കാരണം അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? അതെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഈ വാട്ട് ഈസ് ഇറ്റ് യു സീ 3 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വർക്കില് 3 ടൈംസ്, ഹോം ബറിയൽ എന്ന വർക്കില് 3 പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നോട്ട് ചെയ്യുക. ഇന്ന് തന്നെ ഫോമിൽ പോയിട്ടൊന്ന് നോക്കണം കേട്ടോ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 5 ടൈംസ് അല്ല വാട്ട് ഈസ് ഇറ്റ് യു സീ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, 3 ടൈംസ് ആണ്. അനഘ കറക്റ്റ് ആണ്. കൂടാതെ വാട്ട് അബൌട്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്? ആരാണ് മൈ വേർഡ്സ് ആർ നിയർലി ഓൾവേസ് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? വൈഫ് ആണോ പറഞ്ഞത്? ഹിമ കറക്റ്റ് ആണ്. സാനിയ, ദിവ്യ, ജയശ്രീ, ഫാത്തിമ, സന്ധ്യ, രമ്യ കറക്റ്റ് ആണ്. കൃഷ്ണ ഹസ്ബൻഡ്. അതെ, ഹസ്ബൻഡ് ആണ് പറഞ്ഞത് അല്ലേ? ഹസ്ബൻഡ് സേസ്, ഹസ്ബൻഡ് ആണ് പറഞ്ഞത്, വൈഫ് അല്ല പറഞ്ഞത്. മൈ വേർഡ്സ് ആർ നിയർലി ഓൾവേസ് ആൻ ഒഫൻസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണ്. വിദ്യ, സെറീന, സൗമ്യ, അഞ്ജലി, ഷിമ, ജാസ്മിൻ, സന്ധ്യ, ജിബു, ഫാത്തിമ, നിഷിത, സമീറ കറക്റ്റ് ആണ്. റസീന കറക്റ്റ് ആണ് പറയുന്നത്, അത് ഹസ്ബൻഡ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഓരോ വർക്കിനെ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹോം ബറിയൽ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. കൂടാതെ ഡയലോഗ്സ് ഇങ്ങനെ വരുന്ന ഒരു വർക്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വായിച്ചിരിക്കണം. ആരെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൈ വേർഡ്സ് ആർ റിയലി ഓൾവേസ് ആൻ ഒഫൻസ് എന്ന് പറയുന്നത് വൈഫ് അല്ല, ഹസ്ബൻഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രജനി, ലിയോ, ഹിമ, അശ്വതി, ഗോപിനാഥ്, DJ, ഏഞ്ചൽ കറക്റ്റ് ആണ്. ജയശ്രീ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on because I could not stop for death? The speaker joins both death and immortality in the carriage. The grain is picturized as a house. The carriage is the symbol of years. Rhyme pattern used is stand rhyme. ഏതാണ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? The speaker joins death and immortality in the carriage. Immortality in the carriage. അതെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. The grain is picturized as a house.
The grave is picturized as a house. Second statement correct ആണ്. The carriage is the symbol of heirs. അതും correct ആണ്. Okay. Rhyme pattern used. Slant rhyme. ഏതാണ് ഇതില്? Fourth statement ആണോ? Rhyme pattern. Third statement. ഇല്ല, third statement അല്ല. Third statement correct ആണ്. Third statement correct ആണ്. Slant rhyme ഇവിടെ അതെ, ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. For all are true. 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, ഇതിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിട്ടുള്ളത്. The speaker joins both death and immortality in the carriage. The grave is picturized as a house. The carriage is the symbol of heirs. അതുപോലെ തന്നെ the rhyme pattern used is slant rhyme ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ ഇവിടെ? ഒന്ന് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on a telephone conversation? ടെലിഫോൺ കോൺവെർസേഷനെ ബേസ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The poem shows how racial discrimination prevails hidden in the heart of individuals. The black man makes a phone call. Black man makes a phone call to the lady to confirm if the room is truly unavailable for black. All true. Correct ആണ്. All true ആണ്. The poet says he is of good breeding. ഇതിനെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്വസ്റ്റ്യനെയാണ് പറഞ്ഞത്. The poet says he is of good breeding. ഇവിടെ തേർഡ് ആണ് ഫോൾസ് ആയിട്ട് വരുന്നത് അല്ലേ? ഏതാണ് അങ്ങനെ? DJ all true കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഏതാണ്? The poem shows how racial discrimination prevails hidden in the heart of individuals. അത് കറക്റ്റ് ആണ്. The black man makes a phone call to the lady to confirm if the room is truly available for black. അതും കറക്റ്റ് ആണ്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് പറയാൻ? അതെ, ജിപ്സ ലാൻഡ് ലേഡി. അതെ, ലാൻഡ് ലേഡി ഈസ് ഗുഡ് ബ്രീഡിംഗ്. ലേഡി ഈസ് ഗുഡ് ബ്രീഡിംഗ് എന്നാണ് അതെ ശ്രീദർശും പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഹീസ് എന്നാണല്ലോ. ദ പോയറ്റ് സേസ് ഹീസ് ഓഫ് ഗുഡ് ബ്രീഡിംഗ്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The lady pretend to be of good breeding. The poet says the lady is of good breeding. രശ്മി കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on a house of 1,000 doors? House of 1,000 doors-നെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മളെ തെറ്റിക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോവരുതും. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. A poor folk thing praying for refers to grandmother of the poet. The roof is tiled in white. The grandmother carries a silken fan. അതെ ഷിമ, ദിവ്യ, മുൻഷിറ നേരത്തെയും എല്ലാവരും ആൻസർ പറഞ്ഞു. പ്രിൻസ്, സൗമ്യ, രാഗ്ന, ശരത്, ഷാഹിദ, സൗമ്യ, പ്രിൻസ്, ലിയോ കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ദ റൂഫ് ഈസ് ടൈൽഡ് ഇൻ റെഡ് ആണ് അല്ലെ? ഒരു വരി തന്നെയാണ്. ദ റൂഫ് ഈസ് ടൈൽഡ് ഇൻ റെഡ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ വൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദ റൂഫ് ഈസ് ടൈൽഡ് ഇൻ റെഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on Africa?
ആഫ്രിക്ക എന്ന പോമിനെ ബേസ് ചെയ്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The phrase beautiful black blood portrays poet's African ancestry. David Dipe symbolizes Africa as a river. Your beautiful black blood, figure of speech used is personification. സെക്കൻഡ് വൺ അതെല്ലാവർക്കും അറിയാം അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡേവിഡ് ഡൈപ്പ് സിംബലൈസസ് ആഫ്രിക്ക ആസ് എ ഏതാണ്? ട്രീ. ഫാത്തിമ, അതെ, ട്രീ ആണ്. കശ്യപ്, ട്രീ. ആഫ്രിക്ക ആസ് എ ട്രീ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്രേസ് കറക്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ബ്ലഡ് പോർട്രേസ് ആഫ്രിക്കൻ ആൻസെസ്ട്രി പോർട്രേ ചെയ്യുന്നു. കൂടാതെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആഫ്രിക്ക റിവർ ആയിട്ടല്ല, ട്രീ ആയിട്ടാണ് ആഫ്രിക്കയെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. ഉമേഷ്, ശ്രീദർശ്, ജയശ്രീ, നിഷിത, ജസീന കറക്റ്റ് ആണ്. ഏഞ്ചൽ, യുവർ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ബ്ലഡ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on this? This is a photograph of me. റസീന കറക്റ്റ് ആണ്. കൃഷ്ണ കറക്റ്റ് ആണ്. ഗീതു. Okay. Subtitle of the poem is Girl and House. Girl and House. This is a photograph of me. In the poem in the subtitle Girl and House എന്നാണ് എന്ന് പറയുന്നു. Atwood's novel The Blind Assassin won 2000 ബുക്കർ പ്രൈസ് ലഭിച്ചു. അതുപോലെ ലോങ് പെൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആറ്റ്വുഡ്. ഫസ്റ്റ് വൺ ആണ്, സബ് ടൈറ്റിൽ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ സബ് ടൈറ്റിൽ ഒന്ന് കമന്റ് ചെയ്യൂ. സബ് ടൈറ്റിൽ കമന്റ് ചെയ്യൂ. തേർഡ് വൺ കറക്റ്റ് ആണ് നാദിയ. തേർഡ് വൺ കറക്റ്റ് ആണ്. ഫസ്റ്റ് അതെ 10 to ഓക്കെ. കാവ്യ വേറെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പറയുന്നത്. സമീർ, സറീന, സമീറ കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഒറിജിനൽ ടൈറ്റിൽ സബ് ടൈറ്റിൽ കമന്റ് ചെയ്യൂ. അതെ, ജസീന, ഹോഴ്സ്, ദ ഗേൾ ആൻഡ് ഹോഴ്സ് അല്ലെ, ഗേൾ ആൻഡ് ഹോഴ്സ് എന്നാണ് അല്ലെ, ഹൗസ് അല്ല ഹോഴ്സ് ആണ്. ഓക്കെ, ഹോഴ്സ് എന്നാണ്, ഗേൾ ആൻഡ് ഹോഴ്സ് എന്നാണ് വരുന്നത്. ഗേൾ ആൻഡ് ഹോഴ്സ്. ഓക്കെ, അപ്പൊ സബ് ടൈറ്റിൽ ഓഫ് ദി പോം ഈസ് ഗേൾ ആൻഡ് ഹോഴ്സ് ആണ്. ഗേൾ ആൻഡ് ഹോഴ്സ്. അതുപോലെ ആറ്റ്വുഡിന്റെ നോവൽ ദി ബ്ലൈൻഡ് അസാസിന് 2000 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ലോങ് പെൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആറ്റ്വുഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ. ഈ ലോങ് പെൻ അങ്ങനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ്, മാർഗരറ്റ് ആറ്റ്വുഡിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യ ഗേൾ ആൻഡ് ഹോഴ്സ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ദിവ്യ, രാഗ്ന, റിയാന, രമ്യ, സന്തോഷ്, ജയശ്രീ, ലിയോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is false based on Aboriginal Australia? Aboriginal Australia എന്ന വർക്കിനെ ബേസ് ചെയ്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The poem is about atrocities of European colonizers on Aboriginal people. This poem appears in the collection Jagardu. Jagardu എന്ന കളക്ഷനിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത് ഈ പോം. അതുപോലെ മസാക്കർ ഓഫ് മൈ എൻക്ലേവ് എന്ന് പറയുന്നുണ്ട്. മസാക്കർ ഓഫ് മൈ എൻക്ലേവ് അതൊരു മെറ്റഫർ ആണ്. ദി പോം ബിഗിൻസ് വിത്ത് ടു ദ അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എന്താണ് മെറ്റഫർ? മസാക്കർ ഓഫ് മൈ എൻക്ലേവ് എന്ന് പറയുമ്പോൾ മെറ്റഫർ അല്ല എന്ന് എന്താണ് തോന്നുന്നത്? വേറെ ക്വസ്റ്റ്യൻ ആൻസർ ആണോ പറയുന്നത്? ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ പോം ഈസ് അബൌട്ട് ദി അട്രോസിറ്റീസ് ഓഫ് യൂറോപ്യൻ കോളനൈസേഴ്സ് ഓൺ അബോറിജിനൽ പീപ്പിൾ. അത് കറക്റ്റ് ആണ്. ദിസ് പോം അപ്പിയേഴ്സ് ഇൻ ദി കളക്ഷൻ ജഗാർദു. ജഗാർദു എന്ന കളക്ഷനിലാണ് ഇത് വരുന്നത്. മെസാക്കർ ഓഫ് മൈ എൻക്ലേവ് അത് മെറ്റഫർ ആണ്. മെറ്റഫർ ആണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് അല്ല. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് അല്ല. ഇനി ദ പോം ബിഗിൻസ് വിത്ത്
The poem begins with to the others. അത് കറക്റ്റ് അല്ലേ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കാരണം അട്രോസിറ്റീസ് ഓഫ് യൂറോപ്യൻ കോളനൈസേഴ്സ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ജഗാദു എന്ന കളക്ഷനിലാണ് വരുന്നത്. മസാക്കർ ഓഫ് മൈ എൻക്ലേവ് ഇത് മെറ്റഫർ ആണ്, നോ ഡൗട്ട്. The poem begins with to the others. All statements are true. Okay, all correct ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഈ മസാക്കർ ഓഫ് മൈ എൻക്ലേവ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കുറെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകണം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി ഇവിടെ നമ്മുടെ പോയിട്രിയുടെ അവസാനിക്കുന്നു. ഇനി നമ്മുടെ റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്. ഇതിലോട്ട് പോകുന്നതിന് മുമ്പേ എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ആപ്പിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ജോയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള 60 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പ്രാക്ടീസ് ആണ്. അതായത് മാക്സിമം നമ്മൾ ഓരോ മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. മോഡ്യൂൾ 1, 2, 3 ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു 14 ഡേയ്സ് കൊണ്ട് ഈ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 14 ഡേയ്സ് കൊണ്ട് മോഡ്യൂൾ 1, 2, 3 ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ആ സമ്മറി വായിച്ച് ജസ്റ്റ് അതിന്റെ പിന്നിലുള്ള ഒരു 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചെയ്യുക എന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയുക, മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും വായിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ മാത്രമാണ് റിവിഷൻ കംപ്ലീറ്റ് ആവുക. അല്ലാതെ ഒരിക്കലും ഒരു റാങ്ക് ഫയലും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുതും. അതിന്റെ പുറത്തുള്ള കുറെ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നോളജ് എന്ന് പറയുന്നത് ഒരു ബുക്കിൽ ഒതുങ്ങുന്നതല്ല. അതൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റിന് ഒട്ടും ചേരുന്ന ഒരു രീതിയല്ല. ബിക്കോസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ മൈൻഡിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നോട്ട് ചെയ്ത് വെക്കുകയും കൂടുതൽ പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ എഴുതി വെക്കാനോ, ഇപ്പൊ എഴുതി വെക്കാൻ ടൈം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു പോയാൽ പോലും അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കാം ഒരു ബുക്കിൽ. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഇനിയുള്ള ഒരു 14 ഡേയ്സ് മാത്രം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ക്രിറ്റിസിസം ലിംഗ്വിസ്റ്റിക്സിന് വേണ്ടിയിട്ട് 2 ആഴ്ച നിങ്ങൾക്ക് മാറ്റിവെക്കാവുന്നതാണ്. കാരണം ക്രിറ്റിസിസവും നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സും കുറച്ച് ടഫ് ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 വീക്സ് അതിനു വേണ്ടി മാറ്റിവെക്കാം. അത് കഴിയുമ്പോൾ ഇതിന്റെ കൂടെ റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഗ്രാമർ ആണ്. ഗ്രാമർ നിങ്ങൾ റെഗുലർ പ്രാക്ടീസ് കൊടുക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ് ഒക്കെ ആ ഒരു കൂടെ തന്നെ കൊണ്ടുപോവുക. റെഗുലർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഗ്രാമർ നിങ്ങൾ വിട്ടുകളയരുതും. സിനോണിംസും നമ്മുടെ വൊക്കാബുലറി ഒക്കെ ശ്രദ്ധിച്ചു പോവുക. എന്നിട്ട് വേണം നമ്മളുടെ മോഡ്യൂൾ 8. അത് വലിയ ടഫ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ അല്ല. അത് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. 3-4 ദിവസം മതി, അത്രയും മതിയായിരിക്കും. മാക്സിമം അത്രയും കൊടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ പോവുക. ഒരു 14 ദിവസം സെറ്റ് ചെയ്ത് 3 മോഡ്യൂൾ, അതായത് 45 മാർക്സിന്റെ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്സ് ആണ് കിട്ടിയത് എന്ന് കമന്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് റാപ്പിഡ് ഫയർ സെഷനിലോട്ട് പോവാം. ഓക്കെ, റെഡി ആണോ എല്ലാവരും? മാർക്സ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, റിയാന 13 out of 13. വെരി ഗുഡ് റിയാന. റിയാന നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക. വിദ്യ റെഡി ആണെന്ന് പറയുന്നു. ഓക്കെ, 11 മാർക്സ്. നിഷിത കുഴപ്പമില്ല, നിഷിത കുറച്ചുകൂടി വർക്ക് ചെയ്യൂ. സന്ധ്യ, സിയ ഫുൾ മാർക്ക്. ഇത് വേണം. ആ ഒരു സ്പിരിറ്റ് ആണ് സിയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഷാഹിദ 11. ഷാഹിദയെ നന്നായിട്ട് വർക്ക് ചെയ്യൂ. കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. അത് നിങ്ങളുടെ ഈ 60 ഡേയ്സ് കൊണ്ട് ഈ മെന്റർഷിപ്പ് ബാച്ചിൽ
ഉള്ള കുട്ടികൾക്ക് ആ ഒരു രീതിയിൽ കൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും. സാനിയ, അശ്വതി, ഫാത്തിമ, ജാസ്മിൻ, ശ്രീദർശ് 12, രാഗ്ന 13, അശ്വതി, DJ 10. ഓക്കെ, 13 ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. 10 ഒക്കെ നല്ല മാർക്കാണ്. രശ്മി ഓക്കെ 12. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മാക്സിമം എന്തായാലും 10, 11 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും 9 കുഴപ്പമില്ല. രമ്യ കുറച്ചുകൂടി ഒരു എഫേർട്ട് ഇട്ടാൽ മതി. ഒന്നുകൂടി വർക്ക്സ് ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. സമീറ 11 എന്ന് പറയുന്നു. ഓക്കെ, ഫർസാന 11. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ റാപ്പിഡ് ഫയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആൻസേഴ്സ് വന്നു. Who chose a bandy-legged Smith for man? Who chose a bandy-legged Smith for man? ഇത് വർക്ക് വായിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുക. കൃഷ്ണ, മോഡ്ഗോൺ അല്ല. ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ആൻസർ പറയൂ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. Who chose a bandy-legged Smith for man? ആൻസർ വന്നു. റസീന, വെരി ഗുഡ്. ആഫ്രോഡൈറ്റ് ആണ്. ആഫ്രോഡൈറ്റ്. റിയാന, ഹെലൻ അല്ല, ആഫ്രോഡൈറ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്യണം, അവിടെ ഒരു കൺഫ്യൂഷൻ. ഹെലനും ആഫ്രോഡൈറ്റ് ആൻസർ. ആ സ്റ്റാൻസർ വായിച്ചിട്ടുള്ളവർക്ക് വരുന്ന കൺഫ്യൂഷൻ ഈ ഹെലനും ആഫ്രോഡൈറ്റും തമ്മിലായിരിക്കും. അപ്പൊ അത് തന്നെ ഇവിടെയും കണ്ടു. നോക്കുക, ശ്രദ്ധിക്കൂ. ബാൻഡി ലെഗ്ഡ് സ്മിത്ത് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ആഫ്രോഡൈറ്റ് ആണ്, വീനസ് ആണ്, ആഫ്രോഡൈറ്റ് ആണ്. ഓക്കെ ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ എല്ലാവർക്കും. ആഫ്രോഡൈറ്റ് അല്ലെങ്കിൽ വീനസ് ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. Who chose a bandy-legged Smith for man? ആ സ്റ്റാൻസ് നിങ്ങൾ എന്തായാലും പോയിട്ട് ഇന്ന് വായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും പോയിട്ട് ആ ഒരു ഭാഗം നോക്കണം. കാരണം ക്വസ്റ്റ്യൻ കൂടുതൽ കിട്ടാനുള്ള ഒരു ഏരിയയാണ് എ പ്രയർ ഫോർ മൈ ഡോട്ടർ എന്ന വർക്കിലെ ആ ഒരു സ്റ്റാൻസ്. ഓക്കെ, where is the head of Gaisley statue located? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ, സെക്കൻഡ് വൺ, where is the head of Gaisley statue located? ഏത് വർക്കിലെയാണ്? ആൻസർ വന്നു. ധന്യ ആനന്ദ്. അറ്റ്ലാന്റിക് അല്ലെ ഷാഹിദ, വെരി ഗുഡ്. അറ്റ്ലാന്റിക് ആണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏത് വർക്ക് ആണെന്ന് കമന്റ് ചെയ്യൂ. ഏത് വർക്ക് ആണെന്ന് കമന്റ് ചെയ്യൂ. ഇത് വർക്ക് വായിച്ചിട്ടുള്ളവർക്കായിരിക്കും പെട്ടെന്ന്. ഫ്രീക്കിഷ് അറ്റ്ലാന്റിക്. ഫ്രീക്കിഷ് അറ്റ്ലാന്റിക് എന്ന് നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്തു, പസഫിക് ഓഷ്യൻ. അവിടെയും ഈ അറ്റ്ലാന്റിക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു. അതെ, ഡാഡി. അതെ റിയാന, ഡാഡി. വെർ ഈസ് ദി ഹെഡ് ഓഫ് ഗേസ്ലി സ്റ്റാച്യു ലൊക്കേറ്റഡ്? അറ്റ്ലാന്റിക് ആണ്. ഡാഡി എന്ന വർക്കിലെയാണ്. ഓക്കെ, മദർ വാസ് ടങ് ഓൺ ദി നേരത്തെ ആൻസർ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ആ ഓർഡറിൽ പറയാന്ന് ഓർത്തിട്ടാണ് ഞാൻ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ കമന്റ് ചെയ്യൂ എന്ന് പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. തേർഡ് ക്വസ്റ്റ്യൻ, ടോ. അതെ, ടോ ആണ് അല്ലേ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ദി peasants came like swarms of flies. The peasants came like swarms of flies. ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച്? ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? സിമിലി അല്ലെ. സിമിലി ആണ്. ദിവ്യ കറക്റ്റ് ആണ്. സിമിലി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദി peasants came like swarms of flies എന്ന് പറയുന്നത് സിമിലി ആണ്. ഗീതു, ശ്രീധർ, ശ്രിയാന, മുനി, സന്ധ്യ, ജിത, രാഗ്ന, ജാസ്മിൻ കറക്റ്റ് ആണ്. The dead habits are compared to സെറീന, ശ്രീദർശ് കറക്റ്റ് ആണ്. ഡെസേർട്ട്. The dead habits are compared to desert ആണ്. ഡെസേർട്ട്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഡെസേർട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. Who chose a bandy-legged Smith for man? Who chose a bandy-legged Smith for man? Aphrodite ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Where is the head of Gaisley statue located? അത് അറ്റ്ലാന്റിക് ആണ്. The mother was stung on toe. The peasants came like swarms of flies എന്ന് പറയുമ്പോൾ സിമിലി ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. Dead habits are compared to desert ആണ്. Dead habits are compared to desert. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Father
in Tagore's poem refers to dash. Father in Tagore's poem refers to dash. Father. Father in Tagore's poem refers to. Father in Tagore's poem refers to God. Rasina, Tasneem, correct ആണ്. Father in Tagore's poem refers to God. Okay. Shima, Umesh, Razina, Jitta, Abida, Nishida, Sandhya, Bhavya, Jipsa. Correct ആണ്. Vidya, Sania. Correct ആണ്. Father in Tagore's poem refers to God അല്ലെങ്കിൽ Almighty എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും സെയിം തന്നെയാണ്. God Almighty ആണ്. Okay. I am sinner, I am dash, the saint. അതെ correct ആണ്. ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. അതെ വിബിന, Almighty God. Okay. I am sinner, I am saint. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. The poet says in obituary that his father achieved nothing in this world except the obituary. എന്താണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. 8th ക്വസ്റ്റ്യൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. AR ആൻസർ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരും പറയൂ. ധന്യ, ശ്രീദർശ്, അബു. ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് കേട്ടോ. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. രേഷ്മ, സമീറ കറക്റ്റ് ആണ്. വൈഫ്സ് നെയിം ഇൻ ഹോം ബറിയൽ. ഹോം ബറിയലിലെ വൈഫിന്റെ പേര് ആമി. ആമി എന്നാണ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആമി. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദി ടൈറ്റിൽ. സെറീന സലീം, ദി ചാരിയറ്റ്. അതെ ചാരിയറ്റ് കറക്റ്റ് ആണ്. ദി ചാരിയറ്റ് എന്ന ടൈറ്റിലാണ് അത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫാദർ ഇൻ ടാഗോർസ് പോം റെഫേഴ്സ് ടു ഗോഡ് അല്ലെങ്കിൽ ഓൾമൈറ്റി. ഐ എം സിന്നർ, ഐ എം സെയിന്റ്. സെയിന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദി പോയറ്റ് സേസ് ഇൻ ഒബിച്വറി ദാറ്റ് ഹിസ് ഫാദർ അച്ചീവ്ഡ് നത്തിങ് ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ദി ഒബിച്വറി എന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. Wife's name in home burial Amy ആണ്. Because I could not stop for death was published under the title The Chariot. Okay. പാർത്ഥിവ്, സന്ധ്യ, സൗമ്യ, ഏഞ്ചൽ, വിബിന, ആബിദ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. Red tape refers to dash. Red tape refers to. Red tape refers to dash. Red tape ഏത് വർക്കിലെയാണെന്ന് കൂടി കമന്റ് ചെയ്തോളൂ. Red tape official book. Vidya, Parthiv, official book. Official excessive bureaucracy ആണ് represent ചെയ്യുന്നത്. Okay, red tape refers to excessive bureaucracy. Sandhya Jayaprakash, Aboriginal Australia എന്ന വർക്കിലെയാണ് red tape refers to excessive bureaucracy ആണ് red tape റെഫർ ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്തോളൂ. സാനിയ കറക്റ്റ് ആണ്. Aboriginal Australia എന്ന വർക്കിലെയാണ്. Okay, dash is the last line of Aboriginal Australia. Last line. ഈ വർക്കിലെ ഫസ്റ്റ് ലൈൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കണ്ടു. റിയാന കറക്റ്റ് ആണ്. ഈ വർക്കിലെ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? ടു ദി അതേഴ്സ് എന്നായിരുന്നു. ഇനി ആ ലാസ്റ്റ് ലൈൻ കൂടി നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് ലാസ്റ്റ് ലൈൻ? ലാസ്റ്റ് ലൈൻ പറയൂ. ലാസ്റ്റ് ലൈൻ എന്താണ്? അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന വർക്കിലെ ലാസ്റ്റ് ലൈൻ The real Australian story. അതെ കൃഷ്ണ കറക്റ്റ് ആണ്. The real Australian story എന്നതാണ് ലാസ്റ്റ് ലൈൻ ഓഫ് Aboriginal Australia. റസീന കറക്റ്റ് ആണ്. The real Australian story. The real Australian story. Okay. Which tree is mentioned in This is a photograph of me? ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ട്രീയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഏത് ട്രീ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്?
Which tree is mentioned in this is a photograph of me. അതെ ആൻസർ വന്നു. ലേസ്യൂ ആൻസർ വന്നിരിക്കുന്നു. ബാക്കിയുള്ളവരും കമന്റ് ചെയ്യൂ. രമ്യ ഷിബു കറക്റ്റ് ആണ്. ബട്ട് ഐ തിങ്ക് ഓഫ് പീപ്പിൾ. അതെ ശ്രീധർ. ബാൽസം സ്പ്രൂസ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. വിദ്യ, പാർത്ഥിവ്, ജസീന. ബാൽസം ആൻഡ് സ്പ്രൂസ് ആണ്. ബാൽസം സ്പ്രൂസ്. ഓക്കെ, ഇതാണ്. ദിസ് ഈസ് ഫോട്ടോഗ്രാഫ്. ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന വർക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ട്രീ. Dash is pictured as a courtly suitor. Dash is pictured as a courtly suitor. ആരാണ് Dash is pictured as a courtly suitor? Death. അതെ രാഗ്ന, വെരി ഗുഡ്. Death ആണ്. Death is pictured as a courtly suitor. Death ആണ്. Death is pictured as a courtly suitor. He kindly stopped for me. He refers to he kindly stopped for me. ഇത് രണ്ടും because I could not stop for death എന്ന വർക്കിലെയാണ് അല്ലേ? അതെ, അതും ഡെത്ത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡെത്ത് തന്നെയാണ്. അപ്പോ 14th ക്വസ്റ്റ്യന്റെ ആൻസറും ഡെത്ത് ആണ്. ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ, ഇവിടെ ഹി റെഫേഴ്സ് ടു ഡെത്ത് ആണ് അല്ലേ? അതെ ഗീതു, ജാസ്മിൻ, സെറീന, സന്ധ്യ, റസീന, സയാൻ, ജിത കറക്റ്റ് ആണ്. നമുക്കൊന്നുകൂടി ആൻസേഴ്സ് നോക്കാം. Red tape refers to excessive bureaucracy. The real Australian story is the last line of Aboriginal Australia. Which tree is mentioned in this is a photograph of me? Balsam and spruce ആണ്. Dash is pictured as a courtly suitor. Death is pictured as a courtly suitor. He kindly stopped for me. Death kindly stopped for me. He death ആണ്. Okay. ശ്രീലേഖ, നാളെ വെബിനാർ ഇല്ല. നെക്സ്റ്റ് വെബിനാർ April 10th ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മോഡ്യൂൾ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് വെബിനാറിൽ മോഡ്യൂൾ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. Howling storm refers to dash. Howling storm refers to dash. ഏത് വർക്കിലെയാണ് ഹൗലിംഗ് സ്റ്റോം? ഏത് വർക്കിലെയാണ്? എന്താണ് ആൻസർ വരാത്തത്? പറയൂ. ആംഗ്ലോ ഐറിഷ് വാർ. രാഗ്ന കറക്റ്റ് ആണ്. റിയാന, ഐറിഷ് വാറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ഹൗലിംഗ് സ്റ്റോം റെഫേഴ്സ് ടു ആംഗ്ലോ ഐറിഷ് വാർ. വെരി ഗുഡ്. ഹോൺ ഓഫ് പ്ലെന്റി ഈസ് ഗിവൺ ബൈ Horn of Plenty, അതെ, Prayer for My Daughter-ലെ ആണ് സാനിയ. Horn of Plenty is given by Horn of Plenty. Answer you. Jayasri, Partheev, Fatima, Suez. അതെ, കറക്റ്റ് ആണ്. Suez ആണ് അല്ലേ? Horn of Plenty is given by. അതിന്റെ ഒരു ഇന്ത്യൻ കൗണ്ടർ പാർട്ട് പറഞ്ഞിരുന്നല്ലോ. Horn of Plenty ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ്? പറയൂ, എന്റെ സ്റ്റുഡൻസ് പറയൂ. ഇപ്പോ എന്താണ് ഹോൺ ഓഫ് പ്ലെന്റിയുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ട്? പറയൂ ഫാസ്റ്റ്. അതിന് എന്തുമായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക? ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഹോൺ ഓഫ് പ്ലെന്റി. കമന്റ്. ഹോൺ ഓഫ് പ്ലെന്റി. അതെ ഫാത്തിമ സോർ. അക്ഷയപാത്രം. അതെ, അക്ഷയപാത്രം. ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആരാണ്. അതെ, രാഗ്നയും പറഞ്ഞു. ഓക്കെ, അക്ഷയപാത്രമാണ് നമ്മളുടെ. അക്ഷയപാത്രം എന്ന കോൺസെപ്റ്റ് ആണ് ഈ ഹോൺ ഓഫ് പ്ലെന്റി എന്ന് പറയുന്നത്. ഓക്കെ, വിപിന, റിയാന, സാനിയ, സമീറ, ഗീതു, രാഗ്ന കറക്റ്റ് ആൻസർ ആണ് ഹോൺ ഓഫ് പ്ലെന്റി. അപ്പൊ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ഈ ഹോൺ ഓഫ് പ്ലെന്റിനെ ഓർത്തിരിക്കുക. ഓക്കെ, broad shouldered little slabs refer to എന്താണ്? broad shouldered little slabs. ഇത് ഏത് വർക്കിലെയാണ്? ഹോം ബറിയൽ എന്ന വർക്കിലെയാണ്. it refers to, അപ്പൊ തന്നെ ആൻസർ കിട്ടും. broad shouldered little slabs refer to അക്ഷയപാത്രം. കറക്റ്റ് ആണ് ജയശ്രീ.
പറയൂ. ബ്രോഡ് ഷോൾഡേർഡ് ലിറ്റിൽ സ്ലാബ്സ് റെഫർ ടു ഗ്രേവ്. മുനി കറക്റ്റ് ആണ്, ഗ്രേവ് ആണ് അല്ലേ, ഗ്രേവ് ആണ്. ഗ്രേവ്. ഫാത്തിമ, ഹോംബറിയൽ, റിയാന, ഗ്രേവ് ആണ്. മൈ സ്റ്റോറി ഈസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ്, എല്ലാവർക്കും അറിയാവുന്ന ടൂംബ്, അതും കറക്റ്റ് ആണ്. മൈ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ്, കമലാദാസിന്റെ ആണ്. ഓക്കെ. ഇനി റോബർട്ട് ഫ്രോസ്റ്റ് ഗോട്ട് ഡാഷ് പ്യൂലിസ്റ്റർ പ്രൈസ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണിത്, നമ്മളുടെ മോഡ്യൂൾ 1 പോയട്രി. ഒരു പക്ഷെ ഇതൊരു നമ്മുടെ പോയട്രിയുടെ ലാസ്റ്റ് സെഷൻ ആയിരിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ടൊരു വെബിനാറിന്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കാം മോഡ്യൂൾ 1 പോയട്രീനെ ബേസ് ചെയ്തിട്ട്. റോബർട്ട് ഫ്രോസ്റ്റ് ഗോട്ട് ഡാഷ് പ്യൂലിസ്റ്റർ പ്രൈസ്. അതെ റസീന, കറക്റ്റ് ആണ്, ഫോർ പ്യൂലിസ്റ്റർ പ്രൈസ്. ഇപ്പൊ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം പ്രസിഡൻഷ്യൽ ഇനോഗ്രൽ സെറിമണിയിൽ ഒരു പോം റിസൈറ്റ് ചെയ്തിരുന്നു. ഏത് പ്രസിഡന്റിന്റെ ഇനോഗ്രൽ സെറിമണിയിലാണ് പോം റിസൈറ്റ് ചെയ്തത്? ഏത് പ്രസിഡന്റ്? റോബർട്ട് ഫ്രോസ്റ്റ്. അതെ കൃഷ്ണ, ആതിര, ശ്രീധർഷ്, കെന്നഡി അല്ലേ? ജോൺ എഫ് കെന്നഡി പ്രസിഡന്റിന്റെ ഇനോഗ്രൽ സെറിമണിയിലാണ് അദ്ദേഹം പോം റിസൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് ആരാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് ആണ് റിസൈറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് കമന്റ് ചെയ്യൂ ഫാസ്റ്റ്. ബൈഡൻ. അതെ ബൈഡൻ, ജോ ബൈഡന്റെ പ്രസിഡൻഷ്യൽ ഇനോഗ്രൽ സെറിമണിയിൽ പോം റിസൈറ്റ് ചെയ്ത റൈറ്റർ ആരാണ് എന്ന് ചോദിക്കാം. അമാൻഡ ഗോർമാൻ ആണ്. നോട്ട് ചെയ്ത് വെക്കൂ, അമാൻഡ ഗോർമാൻ. ഓക്കെ. ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരു കറണ്ട് അഫെയർ എന്ന രീതിയിൽ കൂടി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ചോദ്യമാണ്. അമാൻഡ ഗോർമാൻ ആണ് ജോ ബൈഡന്റെ പ്രസിഡൻഷ്യൽ ഇനോഗ്രൽ സെറിമണിയിൽ പോം റിസൈറ്റ് ചെയ്തത്. അമാൻഡ ഗോർമാൻ. ഓക്കെ. അമാൻഡ ഗോർമാൻ നമ്മള് കഴിഞ്ഞൊരു വെബിനാറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. നോട്ട് ചെയ്ത് വെച്ചോളുക. പേര് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ചോദ്യം കൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഈ ഒരു സെഷനിലും. നിങ്ങൾ ആ ഒരു എനർജറ്റിക് ആയിട്ടൊരു പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഇനി മാർക്സ് കമന്റ് ചെയ്തോളൂ. എല്ലാവർക്കും 20/20 കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. എല്ലാവർക്കും റിയാന 19 out of 20, വെരി ഗുഡ്. 16 കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചാൽ മതി. ജയശ്രീക്കും നേടിയെടുക്കാൻ സാധിക്കും 20/20. ജാസ്മിൻ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ക്രോൾ ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്റെ മെന്റർഷിപ്പിൽ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് നമ്മളുടെ എനർജി. നെക്സ്റ്റ് വെബിനാറിന് വേണ്ടി നല്ല ചോദ്യങ്ങൾ കൊണ്ടുവരാനും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും നമ്മൾക്ക് ആ ഒരു എനർജി തരുന്നത് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ്. ഈ പാർട്ടിസിപ്പേഷൻ തന്നെ മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു. നല്ല ചോദ്യങ്ങൾ പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതുമയോടെ അവതരിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് വെബിനാറിൽ, അതായത് നെക്സ്റ്റ് വെബിനാർ April 10th സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 10th നമ്മൾ മോഡ്യൂൾ 2 ആയിരിക്കും. ഇനി ഏത് ഡേറ്റിനായാലും നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ 2 ആണ് ഡീൽ ചെയ്യുന്നത്. പോയട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മോഡ്യൂൾ 2 ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതി തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചോദ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. Okay, thank you Serena, Remya, Rihanna, Rasina, Elizabeth, Divya, Krishna. Thank you Rihanna, thank you so much. Okay, bye.